ഈ ലോകസഭാ സ്പീക്കറെ പുറത്താക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസിനോ പ്രതിപക്ഷത്തിനോ കഴിയുമോ? ഇപ്പോൾ ഈ ലോകസഭാ സ്പീക്കറെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ഈ കോൺഗ്രസും അതും പ്രതിപക്ഷങ്ങളും 102 MP ഒപ്പിട്ടിട്ട് സ്പീക്കറെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നോട്ടീസ് കൊടുക്കാൻ സാധ്യതയുണ്ട്. പത്രവാർത്ത കണ്ടു. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 94C പ്രകാരമാണ് സ്പീക്കറെ റിമൂവ് ചെയ്യാനുള്ള പ്രമേയം കൊടുക്കാനുള്ള അധികാരം. അതിൽ ചുരുങ്ങിയത് 100 MP ഒപ്പിട്ടിരിക്കണം. അത് ക്ലിയർ ആയിരിക്കണം, സ്പെസിഫിക് ആയിരിക്കണം, അൺകണ്ടീഷൻ ആയിരിക്കണം. അൺകണ്ടീഷൻ വെച്ചാൽ ഒരു വ്യവസ്ഥയും പാടില്ല അതിൽ. മാത്രമല്ല അത് 14 ദിവസം മുമ്പേ ഈ സ്പീക്കർ കൊടുത്തിരിക്കണം. പ്രമേയം കിട്ടിക്കഴിഞ്ഞാൽ സ്പീക്കർക്ക് അതിന് നടപടിക്രമങ്ങൾ വല്ല തെറ്റുമുണ്ടെങ്കിൽ മാത്രമേ അത് തള്ളാൻ കഴിയൂ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത് സ്വീകരിച്ചേ മതിയാവും. പ്രമേയം ചർച്ചക്കെടുക്കുന്ന സമയത്ത് സ്പീക്കർക്ക് അധ്യക്ഷ പദവി ഇരിക്കാൻ അധികാരമില്ല. അതിന് പകരം ആർട്ടിക്കിൾ 95 പ്രകാരം ഡെപ്യൂട്ടി സ്പീക്കർ ആയിരിക്കും, അല്ലെങ്കിൽ രാഷ്ട്രപതി നിയോഗിക്കുന്ന ഒരു അംഗമായിരിക്കും അവിടെ അധ്യക്ഷം വഹിക്കുക. പ്രമേയം ചർച്ചക്കെടുക്കുന്ന സമയത്ത് സ്പീക്കർക്ക് സഭ ഇരിക്കാം, അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ നിരത്താം, ആളുകളെ ബോധ്യപ്പെടുത്താം. പക്ഷേ അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ പറ്റില്ല, കാസ്റ്റിംഗ് വോട്ടും പറ്റില്ല അദ്ദേഹത്തിന്. പ്രമേയം പാസ്സാവണമെങ്കിൽ ലോകസഭയുടെ മൊത്തം സ്ട്രെങ്തല്ലേ, ആ സ്ട്രെങ്തിൻ്റെ പകുതി ആളെങ്കിലും വോട്ട് ചെയ്തിരിക്കണം. അതായത് ഇപ്പോൾ 543 മെമ്പർമാരുള്ളത്, അതിൽ 172 മെമ്പർമാരുടെ വോട്ടോടുകൂടി മാത്രമേ ഈ പ്രമേയം പാസ്സാവൂ. പ്രമേയം പാസ്സായ ഉടൻ ഈ സ്പീക്കർക്ക് തൻ്റെ പദവി നഷ്ടപ്പെടും, അദ്ദേഹത്തിന് അവിടെ പിന്നെ ഇരിക്കാൻ അവകാശമില്ല. ഇന്ത്യയിൽ ഇതുവരെയും ഒരു സ്പീക്കറെയും പ്രമേയം വഴി പുറത്താക്കിയിട്ടില്ല. 2018 സുമിത്ര മഹാജനെതിരായിട്ട് ഒരു പ്രമേയം കൊണ്ടുവന്നിരുന്നു. പക്ഷേ ആ പ്രമേയം ഒരിക്കൽ പോലും ചർച്ചയ്ക്ക് പോലും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ NDAക്ക് വൻ ഭൂരിപക്ഷമുണ്ട്. ഒരിക്കൽ പോലും ഈ പ്രമേയം അവതരിപ്പിച്ചാൽ അത് വിജയിക്കില്ല എന്ന് അവതരിപ്പിക്കുന്ന കോൺഗ്രസിനും അറിയാം, പ്രതിപക്ഷ പാർട്ടിയൊക്കെ അറിയാം. വെറുതെ ചുമ്മാ ഒരു നോട്ടീസ് കൊടുക്കുന്നു മാത്രമേ ഇതിലുള്ളൂ. ഇപ്പോൾ ഇങ്ങനെ പ്രമേയം കൊണ്ടുവരാൻ കാരണം രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസ് നേതാക്കന്മാരെയും നന്ദി പ്രമേയ ചർച്ചയിൽ സംസാരിക്കാൻ അനുവദിച്ചില്ലെന്നാണ്. കൂടാതെ 8 MP പാർലമെന്റ് കഴിയുന്നത് വരെ പുറത്താക്കിയിരിക്കുന്നു. ഈ 2 കാരണങ്ങൾ വെച്ചുകൊണ്ടാണ് ഈ പ്രമേയം കൊണ്ടുവരാൻ കാരണം. നന്ദി പ്രമേയത്തിൽ ചർച്ച ആരംഭിക്കുന്ന മുമ്പ് തന്നെ ഓരോ പാർട്ടിയുടെയും സ്ട്രെങ്ത് അനുസരിച്ചിട്ടാണ് അവർക്ക് സമയം അനുവദിക്കാറ്. പാർട്ടി ലീഡർഷിപ്പ് ആരൊക്കെ സംസാരിക്കണമെന്ന് അതാത് പാർട്ടി നേതാക്കന്മാർ കൊടുക്കുകയും ആ ലിസ്റ്റ് പ്രകാരമാണ് സംസാരിക്കാൻ കഴിയുള്ളൂ. ഇവിടെ രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പാർട്ടിയൊക്കെ ഇങ്ങനെ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടാകും, അതുപോലെ സംസാരിച്ചിട്ടുണ്ടാകും. പിന്നെ 8 MP പുറത്താക്കിയത് അത് സ്വാഭാവികമായും തുടർച്ചയായ തടസ്സമുണ്ടാക്കിയാൽ സഭാ നടപടികൾ തടസ്സപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും പുറത്താക്കും. കൂടാതെ സ്പീക്കറിൻ്റെ നിർദ്ദേശങ്ങളെ പരിഗണിക്കാതെ അവഗണിച്ചാലും സഭാ നടപടി പുറത്താക്കും. ഒരു കാര്യം ഞാൻ പറയട്ടെ, ലോക്സഭ എന്നത് നിയമനിർമ്മാണ സഭയാണ്, അതൊരു പ്രതിഷേധ വേദിയല്ല. ആവർത്തിച്ച് MP തടസ്സപ്പെടുത്തിയാൽ നിയമനിർമ്മാണം നടക്കില്ല. അത് ജനങ്ങളുടെ സമയം നഷ്ടപ്പെടും. മാത്രമല്ല പാർലമെൻറ്റിൽ നമുക്കുള്ള നികുതി പണം നഷ്ടപ്പെടും. അങ്ങനെ ഒരു സ്പീക്കർ 8 MP പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ അത് ജനങ്ങൾക്ക് വേണ്ടിയാണ്, ഭരണഘടനാ സംരക്ഷണത്തിന് വേണ്ടിയാണ് എന്ന് മാത്രം കരുതിയാൽ മതി.